പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സിപിഎമ്മിന്റെ അവിശ്വാസ നീക്കം പാളി. ബിജെപി കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതോടെ ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിലെ പ്രതിഷേധങ്ങൾ വഴിതിരിച്ചുവിടാനാണ് അവിശ്വാസമെന്ന് ബിജെപി ആരോപിച്ചു. എലപ്പുള്ളി പഞ്ചായത്തിൽ സർക്കാർ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിലെ വ്യാജവാദങ്ങൾ ഉൾപ്പെടെ തുറന്നുകാട്ടാൻ എന്ന് പറഞ്ഞാണ് സിപിഎം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ അവിശ്വാസം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. സിപിഎമ്മിന്റെ 8 അംഗങ്ങൾ മാത്രമാണ് അവിശ്വാസത്തിൽ പങ്കെടുത്തത്. 11 അംഗങ്ങളുടെ പിന്തുണ വേണമായിരുന്നു അവിശ്വാസം ചർച്ച ചെയ്യാൻ. അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. ആ അവിശ്വാസത്തെ ബിജെപിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി വിട്ടുനിന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇവർ തമ്മിൽ അന്തർധാര ഇന്നു മുതൽ തുടങ്ങിയതല്ല. ഈ 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലയളവ് മുതൽ തുടങ്ങിയതാണ് അവർ തമ്മിലുള്ള ആ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിന് എതിരെയുള്ള പ്രതിഷേധങ്ങൾ അട്ടിമറിക്കാനാണ് സിപിഎം അവിശ്വാസം കൊണ്ടുവന്നതെന്ന് ബിജെപി ആരോപിച്ചു. പക്ഷേ ഈ ബിജെപി നടത്തുന്ന സമരം അത് ജനങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കാരണം കോൺഗ്രസ് വിട്ടുനിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ മെമ്പർമാരിനെ കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വാസമില്ലാത്ത അടിസ്ഥാനത്തിലാണ് അവർ വിട്ടുനിന്നിരിക്കുന്നത്. പക്ഷേ സിപിഎം കൊണ്ടുവന്ന ഈ നാടകം കാരണം പ്രാദേശികമായി അകത്തോ പുറത്തോ ഇന്ന് വരെ ഒരു സമരം പോലും ഈ ഭരണസമിതിക്കെതിരെ നടത്തിയിട്ടില്ല സിപിഎം. പക്ഷേ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഈ ജനങ്ങളുടെ മുമ്പിൽ സമരത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു വിടാൻ വേണ്ടി മാത്രമാണ്. മദ്യക്കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന അവിശ്വാസമാണ് പാളിപ്പോയതെന്ന് കോൺഗ്രസും തുറന്നടിച്ചു. ഭീരുത്വമല്ല, കാരണം ഈ 4 വർഷത്തെ ഭരണം എന്ത് എന്ന് അനുഭവസ്ഥരായിട്ടുള്ള സിപിഎമ്മിൻ്റെ മെമ്പർമാർക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഒരു അവിശ്വാസം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഈ പോത്തിൻ്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ല എന്ന് പഴമക്കാർ പറയും. ആ ഒരവസ്ഥയാണ്. കാരണം ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ 3 മണിക്കൂർ ഇവരോട് എന്തിനാണ് നമ്മൾ പറയുന്നത്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറി നിന്നത്. 22 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന് 9ഉം സിപിഎമ്മിന് 8ഉം ബിജെപിക്ക് 5ഉം അംഗങ്ങളാണ് ഉള്ളത്. ജനം, പാലക്കാട്.